16 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. ഇന്നിപ്പോൾ ഈ 8 വർഷം കൊണ്ട് 860 ബാറായി കേരളത്തിൽ. ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ 2016 പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ ആ അധ്യായം ഒന്ന് അങ്ങ് കാണിച്ചു തന്നെ, ആ അധ്യായം കാണിച്ചു തന്നെ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. വികസനത്തിന്റെ കാര്യത്തില് മറ്റാര് LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതിനോട് യോജിക്കില്ല. LDF പ്രതിനിധിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. മാധുവിന് അറിയാമോ, 2016 ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ 8 വർഷം കൊണ്ട് 50 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാർ. ഞാൻ പറയുന്നത് ബാറുകളെ കുറിച്ചാണ്. എന്ത് പറ്റിയടാ? കഴിഞ്ഞ 8 വർഷത്തിനിടയില് പാലക്കാട് ജില്ലയിൽ ബാറുകൾ വർദ്ധിച്ചത് 50 ഇരട്ടി. സംസ്ഥാനത്ത് മൊത്തം വർദ്ധിച്ചത് 29 ഇരട്ടിയാണ്. എന്നിട്ടാണ് ആർഷോ പറഞ്ഞത്, ആ അമ്മച്ചോട് പറഞ്ഞത്, പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ? എന്താ ഉറക്കം വരുന്നു. ആർഷോ പത്രം വായിക്കാത്ത ആളാന്ന് ഞാൻ കരുതുന്നില്ല. വായിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. 2016 നിങ്ങളുടെ പ്രകടന പത്രികയിലെ 552 ഖണ്ഡിക എടുത്തു വായിച്ചു നോക്കൂ. ചേട്ടൻ കലക്കി. 2021 പ്രകടന പത്രികയുടെ 883 ഖണ്ഡിക അതെടുത്തു. എന്തൊരു പുലിവാലാണ് ഈശ്വര ഇത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മദ്യ നിരോധനം അല്ല ഞങ്ങളുടെ അജണ്ട, ഞങ്ങളുടെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇവിടെ മദ്യ നിരോധനം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ടുള്ളത്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഞാൻ പോകുന്നു. ബൈ ബൈ.